പെൻഷൻ വരെ ഇല്ലെങ്കിൽ പിന്നെ ഇടുന്നതിനെ വോട്ട് ചെയ്യുന്നു. അടുത്ത വർഷം ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും. മോദിയുടെ ഗ്യാരണ്ടി അതാണ്, ടീച്ചറുടെയും ഗ്യാരണ്ടി. മാറ്റം വരണം, എന്നാൽ നമുക്കെല്ലാം ഒരു ഉപകാരം കിട്ടും. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് മുതൽ രൂപീകൃതമായ മണ്ഡലമാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം. 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മണ്ഡലം ഇടതിനൊപ്പം ചേർന്നു. അന്ന് AKG ആയിരുന്നു കാസർഗോഡിൻ്റെ ശബ്ദമായി ലോക്സഭയിലെത്തിയത്. പിന്നീട് ഇങ്ങോട്ട് 4 തവണ മാത്രമാണ് ഇടതിന് കാലിടറിയത്. 2 തവണ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒരിക്കൽ രാമറായിയും ഏറ്റവും ഒടുവിൽ 2019 രാജ്മോഹൻ ഉണ്ണിത്താനും കാസർഗോഡ് നിന്നും അട്ടിമറി വിജയം നേടി ലോക്സഭയിലെത്തി. ഇതിനകം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ഇത്തവണ കളം നിറഞ്ഞു കഴിഞ്ഞു. ഇനി ആരാണ് ലോക്സഭയിൽ കാസർഗോഡിൻ്റെ ശബ്ദമായി മാറുക എന്നതാണ് കണ്ടറിയേണ്ടത്. കാസർഗോഡ് എന്ന് പറയുന്നത് ഭാഷാ സംഗമ ഭൂമിയാണ്. സപ്തഭാഷകളുടെ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ കാസർഗോഡിന് അതിന് പുറമേ ഉണ്ട്. അത്തരത്തിലൊന്നാണ് ഭക്ഷണങ്ങളിലെ വൈവിധ്യം. അല്ലേ സ്വാമി, കാസർഗോഡിന് മാത്രമായിട്ട് കുറേ ഭക്ഷണങ്ങളുണ്ടല്ലേ? അതെ, മംഗലാര അടുത്തുണ്ട് കൊണ്ട് കുറേ ഭക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ട് ഉണ്ട്. 1-2 ഐറ്റത്തിൻ്റെ പേരൊന്ന് പറഞ്ഞ് ഞെട്ടിച്ച നമ്മുടെ ഗോളി വജ ഉണ്ട്, ബെൻസ് ഉണ്ട്, സഞ്ജീര, ബിസ്കുട്ട് റൊട്ടി, അതെല്ലാം മംഗലാര ഐറ്റമാണ്. ഗോളി വജയാണ് പ്രധാന ഐറ്റം അല്ലേ? ഇപ്പോൾ അധികം ആൾ ചോദിച്ചുകൊണ്ട് വരുന്നത് ഗോളി വജയാണ്. അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരം മാത്രമേ ഉണ്ടാക്കുള്ളൂ, നല്ല ഫ്രഷ് ഉണ്ടാവും. സ്വാമി വർഷങ്ങളായിട്ട് ഇവിടെ കട നടത്തുന്ന ഒരാളാണ് കാസർഗോഡ്. എൻ്റെ ഫാദറാണ് തുടങ്ങിയത്, അത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട്. അത്ര എന്താ കാസർഗോഡ് നമ്മുടെ വരുന്നൊരു ജനപ്രതിനിധി, അദ്ദേഹത്തെക്കുറിച്ച് ഏത് രീതിയിലുള്ള ജനപ്രതിനിധി വരണമെന്ന് ആഗ്രഹം? നല്ല വികസനം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. അത്ര മലയാളം ഒരു മുറി മലയാളം പോലെ തോന്നുന്നത് അതെന്തുകൊണ്ട് നമ്മൾ കാസർഗോഡും മംഗലാപുരം ഇത് പറഞ്ഞെങ്കിൽ ഇത് ഏത് ഭാഷയിൽ ഇത് അധികം സംസാരിക്കുന്നത്, അത് അതിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ 7 ഭാഷ അറിയുന്ന ആളുടെ മലയാളം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. കാസർഗോഡ് മലയാളം ഇങ്ങനെയുണ്ട്. ടൗണിലത്തെ മലയാളം ഇങ്ങനെ പോയിക്കൊണ്ട്. അക്ഷരാർത്ഥത്തിൽ കാസർകോട്ടെ കോൺഗ്രസ്സുകാരെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു 2019 രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാസർകോട്ടേക്കുള്ള വരവ്. കൊല്ലത്ത് നിന്നും വണ്ടി കയറി കാസർഗോഡ് ഇറങ്ങുമ്പോഴേക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിൻ്റെ ഉണ്ണിച്ചയായി മാറിയിരുന്നു. 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 2019 കാസർകോട്ടെ ഇടതുകോട്ട പിളർന്ന് ഉണ്ണിത്താൻ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത്. ഇത് തോന്നുന്നു എന്താ അവസ്ഥ കാസർഗോഡ് ഇത്തവണ? കാസർഗോഡ് ഇപ്രാവശ്യം ഉണ്ണിയായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ ഉണ്ണിച്ചാനുണ്ടാവും തീർച്ചയായിട്ടും. കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം നല്ല പ്രവർത്തനമായിരുന്നു. എന്ത് പ്രശ്നം കണ്ടെങ്കിലും മുമ്പിലുണ്ടാവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ 40,000 ചില്ലറ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം എങ്ങനെയും ഉണ്ണിത്താനെ കൊണ്ടുവന്നു നമ്മൾ പ്രതീക്ഷ. ഇവിടെ ഇളക്കി മറിച്ച് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ജയിച്ച ആളാണ്. അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ല, എന്തെങ്കിലും ജയിക്കും ഉറപ്പ്. ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞാലും ജയിക്കും. കുറയാനുള്ളൊരു കാരണം എന്തായിരിക്കും? പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് നാട്ടുകാർക്ക് പെൻഷൻ വയസ്സന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. എല്ലാം കൊണ്ട് എന്തായാലും പൊട്ടുന്നില്ല, കാര്യം ഉറപ്പ്. പെൻഷൻ വരെ ഇല്ലെങ്കിൽ പിന്നെ ഇടുന്നതിനെ വോട്ട് ചെയ്യുന്നു. പെൻഷൻ കിട്ടാതെ കുറേ എനിക്കറിഞ്ഞില്ല 10 മാസമാകാൻ. അപ്പോൾ അതിൽ വ്യക്തമാണല്ലോ. അവസ്ഥ ആണെങ്കിൽ അവസ്ഥയായിരിക്കും. സ്ഥാനാർത്ഥികളൊക്കെ ആരാന്നറിയോ? അറിയില്ല. ഇപ്രാവശ്യം 50,000 പരം വോട്ടിന് ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം LDFിൻ്റെ ആൾക്കാരും ഉണ്ണിത്താനും വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത്തവണ CPMൻ്റെ ഭരണം പിന്നെ കുറച്ച് ഇതാണ്, ജനങ്ങൾക്ക് മടുപ്പുണ്ട്. അത് കാരണം പിന്നെ ഉണ്ണിത്താന് സാധ്യതയുണ്ട്. പിന്നെയുള്ളത് വോട്ടർമാരുടെ ഇതല്ലേ. അതെ, എല്ലാവരും കൂടി ചേർന്ന് ഉണ്ണിത്താനെ പാർലമെന്റിൽ വീണ്ടും എത്തിക്കുന്നതാണോ? അത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കോളും. എല്ലാവരും കൂടണമെന്നില്ല. മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ ഇതാദ്യമായാണ് പാർലമെൻ്ററി രംഗത്തേക്ക് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനം പയ്യന്നൂരിൽ നിന്നും, കല്യാശ്ശേരിയിൽ നിന്നും, തൃക്കരിപ്പൂരിൽ നിന്നും വരുന്ന വോട്ടിൻ്റെ വിഹിതമാണ്.
കഴിഞ്ഞ തവണ കണക്കുകൂട്ടൽ പിഴച്ചെങ്കിലും ഇത്തവണ ഇടതുകോട്ടകൾ കാക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും ഇടതുമുന്നണിയും. അടുത്ത വർഷം ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും. ഒന്നും അഭിപ്രായം പറയാനില്ല. അതല്ല നമ്മൾ അഭിപ്രായത്തിൽ പറയുന്നില്ല. പിന്നെ മറ്റേ ബാലകൃഷ്ണ മാഷിനെ വിജയിക്കും. 1 ലക്ഷത്തിന് വോട്ടിന് ഭൂരിപക്ഷത്തിന് നോക്കിക്കാം. 1 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം പറയുന്നത്. കാസർഗോഡ് എം പി ബാലകൃഷ്ണ മാഷ് ജയിക്കും. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഒരു 10-20,000 ഭൂരിപക്ഷം. പ്രവർത്തനം മികച്ച രീതിയിൽ കാഞ്ഞങ്ങാട് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് മൊത്തത്തിലും LDFിൻ്റെ പ്രവർത്തനം അതിഗംഭീരമായി നടക്കുന്നുണ്ട്. 70,000-ന്റെ ഭൂരിപക്ഷം കണക്കൂട്ടൽ നമുക്ക് ഏകദേശം തോന്നുന്നു. ഇപ്പോഴത്തെ സാഹചര്യം കഴിഞ്ഞ MP വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ അല്ല MP പ്രദേശത്ത് വന്നതായിട്ട് കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്നു. പിന്നെ ചില പോസ്റ്റുകളിൽ MP ഫോട്ടോ കാണുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു വികസനം MP ഭാഗത്തു നിന്നുള്ള വികസനമൊന്നും ഈ മണ്ഡലത്തിൽ കാണുന്നില്ല. ആരും ചെയ്യണമെന്നില്ല. ലോട്ടറിയിലൊന്നും അടിക്കുന്നില്ല. പതിവ് രീതികളിൽ നിന്ന് മാറി ഇത്തവണ കാസർഗോഡിൽ പുതിയ പരീക്ഷണം നടത്തുകയാണ് BJP. മഹിളാ മോർച്ച ദേശീയ കൗൺസിൽ അംഗവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ML അശ്വിനിയാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇത്തവണ ജനവിധി തേടുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളേറെയുള്ള മഞ്ചേശ്വരം മേഖലയിലെ സ്വാധീനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. BJP വോട്ട് കൂടും. കൂടാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കൂടും. ഇത്തവണ മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വലിയ മാറ്റം സംഭവിക്കും കാസർഗോഡ് മണ്ഡലത്തിൽ. ടീച്ചർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടി, അതാണ് ടീച്ചറുടെയും ഗ്യാരണ്ടി. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾ വിജയാശംസകൾ നൽകുന്നുണ്ട്. പക്ഷേ ടീച്ചർ വിജയിച്ച് കയറുന്നില്ലത് നിങ്ങളോട് പറയുന്നത്. മാറ്റം വരണം, എന്നാൽ നമുക്കെല്ലാം ഒരു ഉപകാരം കിട്ടും. എല്ലാ പാർട്ടിക്കാരും പറഞ്ഞ കണക്ക് തന്നെ. ഏത് പാർട്ടിക്കാർ പറയുന്നത് ഇത് തന്നെ. ഒന്നാമത്തെ ഇത് തന്നെ. ഒന്ന് മാറി കിട്ടിയാലും നമുക്ക് പോകണമുണ്ട്. വരുന്നില്ലല്ലേ BJP വരുന്നില്ലല്ലേ? BJP വരണമെന്ന് ആർക്കും ആഗ്രഹം. ജവഹർലാൽ നെഹ്റുവിനെ മത്സരിക്കാൻ AKG വെല്ലുവിളിച്ച മണ്ഡലമാണെന്ന പ്രത്യേകത കൂടിയുണ്ട് കാസർഗോഡിന്. എന്നാൽ പണ്ടത്തെ അത്ര കാര്യങ്ങൾ ഇന്ന് എളുപ്പമല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ കളം നിറഞ്ഞു കഴിഞ്ഞു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ MV ബാലകൃഷ്ണനും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. BJP ഇത്തവണ കരുത്ത് കാട്ടുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരം കാത്തിരുന്നറിയാം.